അല്ല ഈ പൊതുവെ ഇപ്പോൾ വന്നപ്പോൾ നിന്ന് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ തിരക്കിലിപ്പോൾ ടൗണിൽ ഭയങ്കര തിരക്കാണോ? ഈ തിരക്കുള്ള സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും തിരക്ക് തോന്നുന്നുണ്ടോ? തിരക്കുള്ള സമയത്ത് ഇവിടെ എന്ത് തിരക്കാണ്? ഒന്നുമില്ല, നമ്മൾ തിരക്കില്ലല്ലോ, നമുക്ക് ഒഴിഞ്ഞിട്ടില്ല. ഒഴിഞ്ഞിരിക്കണം. ഈ ഒഴിഞ്ഞ് നമ്മൾ ഈ രാത്രി ഇറങ്ങുമ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ പകല് നമ്മൾ ആരും അധികം പുറത്തിറങ്ങുക അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ എന്തെങ്കിലും രാത്രി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സംസാരിക്കാൻ ഇറങ്ങുമ്പോഴേ അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താ തോന്നണം? കാരണം അപ്പോൾ ആ ഒരു തണുത്തൊരു സമയം, പിന്നെ നമ്മളൊരു എന്താ പറയുക ആ ഒരു ലൈറ്റിങ്ങോട് കൂടിയ ഒരു നഗരത്തെ കാണാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു അല്ലേ? അത് മാത്രമല്ല, രാത്രി ആകുമ്പോൾ ചൂടുണ്ടാവില്ല. ചൂടുണ്ടാവും, അതാണ് മെയിൻ. അപ്പം അതിൽ നമ്മൾ അവൈലബിൾ അല്ലാഞ്ഞിട്ടല്ല, ആണ് പക്ഷേ വീട്ടിലായിരിക്കുന്നുള്ളൂ. അല്ല അല്ലേ വേറെ എന്തെങ്കിലും ആവശ്യമൊന്നും പോയിട്ടുണ്ടാവും. പൊതുവെ ഞാൻ പറഞ്ഞതേ മറ്റേ യുവാക്കളുടെ ഒരു അറബികൾ അങ്ങനെയാണ്, ഒരു പായ പുറത്തിറങ്ങില്ല. പക്ഷേ നമ്മൾ മലയാളികളുടെ അറബികളുടെ കൾച്ചർ പിന്തുടരുന്ന ഒരു വിഭാഗക്കാരെന്നൊക്കെ നമ്മൾ പിന്തുടരുന്നു. അതിന് എല്ലാവരും വിടുമല്ലോ അല്ലേ? പിന്നെന്താ പൊതുവേ എന്തൊക്കെ പറയാനുള്ളത്? പൊതുവെ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ഒരു ചുവപ്പ് വേറോട് പറഞ്ഞിട്ടില്ലല്ലോ, കിട്ടില്ല. അല്ല വേറെ സുഖങ്ങൾ കിട്ടും, അവിടുത്തേതല്ല സുഖമുണ്ടോ? ഈ നാട്ടില് ഫീല് അവിടെ കിട്ടും. നമുക്ക് കൂടുതൽ 2-5 പിന്നെ ഒരു 5 മിനിറ്റ് ട്രാവൽ ചെയ്ത് നമുക്ക് വീട്ടിലെത്താം, നമ്മുടെ സ്വന്തം വീട്ടിലെത്താം. വേറെ സ്ഥലത്താണ് പറ്റില്ലല്ലോ. പറ്റില്ലോ? അതെ, വേറെ സ്ഥലത്ത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളോ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു വൈബ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വെച്ചാൽ നമ്മൾ ഒറ്റക്കാകുമ്പോൾ ബാംഗ്ലൂർ പോലെ സ്ഥലത്തൊക്കെ ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ വൈബുകൾ നടക്കുന്നുണ്ട്, വൈബുള്ളവരുണ്ട്. നമ്മളെന്ത് ചെയ്യുന്നു, റൂം അല്ലെങ്കിൽ എന്താ പറയുക ഓഫീസ് അങ്ങനെ പോയിട്ട് ആ ഒരു ഇതാണല്ലോ. എന്തായാലും വേറെ വൈബാണ്, ബിസി ലൈഫല്ല അവിടെ. അതെ അതെ അതെ. എനിക്ക് ബാംഗ്ലൂര് ഇപ്പോൾ വർക്ക് ചെയ്തല്ലോ, ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് വർക്ക് ചെയ്തിട്ട് എനിക്ക് പിന്നെ എന്താ തോന്നുന്നത് ബാംഗ്ലൂർ ഇവിടെ അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ആ ഒരു സംഭവം പറഞ്ഞാൽ നമുക്കൊരു വർക്ക് ചെയ്യേണ്ടുന്നൊരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ ഓഫീസ് പോകുമ്പോൾ കിട്ടുമോ? സംഗതി വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് തന്നെയാണ്, കാരണം നമുക്ക് അവിടെ വേറെ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ നമ്മളൊരു 10 ദിവസം ഓഫീസിൽ പോകാമെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഒരു വർക്ക് കൾച്ചറും ആ ഒരു അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇത് ചെയ്യേണ്ടതെന്നുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് റിഫ്രഷാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പല വിചാരക്ക് സംശയം, പിന്നെ വർക്ക് ഉണ്ടോ എന്നൊക്കെ സംശയിക്കും. അല്ലേ? അങ്ങനെ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട് മുമ്പ്, ഇതിപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് വീട്ടിലിങ്ങനെ ഇരിക്കണം കാണാം ആണൊക്കെ പറയണത്, അങ്ങനെ അറിയില്ല. ഒരുപാട് ആൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഹൈബ്രിഡ് ഇപ്പോൾ ചെയ്യുന്ന സംവിധാനം ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ 10 ദിവസം ഓഫീസിൽ പോവാം, ബാക്കി ദിവസം വർക്ക് ഫ്രം ഹോം ചെയ്യാം. അപ്പോൾ ഈ 10 ദിവസം ഓഫീസിൽ പോയാൽ പറ്റൂ. നമ്മൾ ഈ വണ്ടി മറ്റേ പെട്രോൾ പുതിയ വണ്ടികൾക്ക് ഹൈബ്രിഡ് വണ്ടി എന്ന് പറയും, ഒന്ന് ബാറ്ററിക്കും വർക്ക് ചെയ്യും പെട്രോളിനും വർക്ക് ചെയ്യും പറയുമല്ലോ. അപ്പോൾ അതേപോലെ സംവിധാനം കുറച്ച് അതുണ്ടായതുകൊണ്ടാണ് ഇത് നിൽക്കണമെന്നല്ലേ. ഇതാ അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല, പക്ഷേ എന്നാലും നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതായത് നമുക്കൊരു ഓഫീസ് ലൈഫും കിട്ടും, ഒരു ഹോം ലൈഫും കിട്ടും. മറ്റേ ഫുള്ള് ഹോം ഇപ്പോൾ വീട്ടുകാർക്ക് തന്നെ ഇങ്ങനെ ഫുൾ ടൈം വീട്ടിലിരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു എന്തൊക്കെ അങ്ങനെ പുറത്തുനിന്ന് പോകാണ്ടല്ലോ, അങ്ങനെ ഫീൽ ചെയ്യും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. വൈഫ് മാത്രമല്ല, വീട്ടിലെല്ലാവരും അങ്ങനെയൊക്കെയാണ് പരിപാടി. അല്ല ഇന്ന് വയനാട് പോകുന്നുണ്ട്, എൻ്റെ വണ്ടി കാറ് പഞ്ചറായി എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പോവാത്ത നന്നായി. ഇനി പോയിരുന്നെങ്കിൽ പകുതി വഴിയിൽ വെച്ചിട്ട് ഇപ്പം താമരശ്ശേരിയോ എൻ്റെ വൈഫ് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞേക്ക് പിന്നെ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു. അത് ഇല്ല അല്ല അങ്ങനെയല്ല, അത് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ വണ്ടിയുടെ കണ്ടീഷൻ അത് വീട്ടിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ടു, ടയർ പഞ്ചറായതുകൊണ്ട് ഞാൻ പോകേണ്ടി വന്നില്ലല്ലോ. ടയർ ശരിയാക്കിയല്ലോ, ശരിയാക്കി. ഇനിയിപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ശരിയാക്കിയ ആളെ പറ്റി എനിക്ക് എന്തെങ്കിലും 2 വാക്ക് പറയണം. ശരിയാക്കിയ ആളെന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ സുഹൃത്തുക്കൾ ഉപകാരപ്പെടുകയെന്ന് പറയുന്നത്, അത് കറക്റ്റ് സമയത്തിന് എല്ലാം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പക്ഷെ ഇവരൊന്നും എല്ലാ സമയങ്ങൾക്കും ഉപകാരപ്പെടില്ല. അപ്പോൾ അതുപോലെ സമയത്തിന് ഉപകാരപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്താണ് ശ്രീകാണ്ടോ. ഇദ്ദേഹം കറക്റ്റ് സമയത്തിൻ്റെ വണ്ടി പഞ്ചറായപ്പോൾ അവിടെ വരികയും അത് ഞാൻ വിചാരിച്ചു ഇയാൾക്കത് പരിചയമുണ്ട്, പക്ഷേ ഒരു പരിചയമുള്ള ഒരാളെ പോലെ തന്നെ അത് പെർഫോം ചെയ്യുകയും അതിൻ്റെ എന്താ പറയുക മറ്റേ ഇത് മാറ്റുകയും ജാക്കി വെച്ചിട്ട് പുതിയ ടയർ മാറ്റുകയും എല്ലാം ചെയ്യും. അത്രയും ബ്രില്യൻ്റ് ആയാലും മനുഷ്യനാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി വണ്ടി എന്തെങ്കിലും
ആ വേണ്ടല്ലേ